ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ ഒരു വശത്ത് JNU ക്യാമ്പസും മറ്റൊരു വശത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള മൗനജാഥയും നടക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന മൗനജാഥ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ്. LDF കൺവീനർ TP രാമകൃഷ്ണൻ, M വിജയകുമാർ അടക്കമുള്ളവർ ജാഥയ്ക്ക് നേതൃത്വം നൽകുകയാണ്. ശരത്ത് ചേരുകയാണ് JNU ക്യാമ്പസിൽ നിന്ന്. ശരത്ത്, വലിയ ഒരു ജനസഞ്ചയത്തിന് നടുവിൽ, വലിയ വിദ്യാർത്ഥി സമൂഹത്തിന് നടുവിൽ JNUവിലെ ആ പ്രശസ്തനായ വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയുമായി അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിരവധി പേർ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ, അദ്ദേഹത്തിൻ്റെ സഖാക്കൾ അടക്കമുള്ളവർ അവിടെയും അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഇനി എത്ര സമയം കൂടി അവിടെ അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ശരത്. സിജു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ JNU ക്യാമ്പസ് അതിൻ്റെ ഏറ്റവും ധീരനായ വിദ്യാർത്ഥി നേതാവായിരുന്ന പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സീതാറാം യെച്ചൂരിക്ക് ആവേശകരമായ അന്ത്യാഭിവാദ്യവും വിടവാങ്ങലും നൽകുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം. ഭാഷാതീതമായി ഇവിടെ ഉയരുന്ന ഓരോ മുദ്രാവാക്യം വിളിയുടെയും രാഷ്ട്രീയാവേശം, അന്തസത്ത നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതും മനസ്സിലാക്കാവുന്നതുമേയുള്ളൂ. അത്രമേൽ വികാരവായ്പോടെയാണ് സീതാറാം യെച്ചൂരിക്ക് അവർ അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. CPIMൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും JNU വിദ്യാർത്ഥിയുമായ പ്രകാശ് കാരാട്ട് ഇവിടെ എത്തിയിരുന്നു. പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിന് ഇവിടെ പുഷ്പങ്ങൾ അർപ്പിച്ച് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. MP മാരായ ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു, JNU മുൻ വിദ്യാർത്ഥിയാണ്, പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുപോലെ റഹീം MP ഇവിടെ ഉണ്ടായിരുന്നു. കനയ്യകുമാർ ഉണ്ടായിരുന്നു, JNUവിലൂടെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ ശ്രദ്ധേയനായ കനയ്യകുമാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിരവധിയായ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ അക്കാദമിക ലോകമാകെയും സീതാറാം യെച്ചൂരി അവസാനമായി കാണുന്നതിനും അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനും ഒക്കെ എത്തിച്ചേരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴും മുദ്രാവാക്യം വിളികളുമായി സീതാറാമിനെ അവർ ആവേശത്തോടെ ഓർക്കുകയാണ്. നേരത്തെ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കാലത്ത് പോലും എല്ലാ കാലത്തും JNU ക്യാമ്പസിലെത്തുകയും ഈ കുട്ടികളുമായി സംവദിക്കുകയും ഒക്കെ ചെയ്യുന്ന സീതാറാം യെച്ചൂരി എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ആവേശകരമായ ഇന്ത്യൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള പേരാണ് സീതാറാം യെച്ചൂരി എന്നുള്ളത്. അത് അത്രമേൽ നമുക്ക് കാണാനാകും. സ്ക്രീനിലൂടെ എല്ലാവരും മലയാളികളാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. JNU 72ാമത്തെ വയസ്സിൽ മരണത്തിലേക്ക് പോകുമ്പോഴും സീതാറാം യെച്ചൂരി ഇപ്പോഴും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആവേശകരമായ പേരാണ്, ആവേശം പകരുന്ന നേതാവാണ് എന്ന് ഈ വിദ്യാർത്ഥി സമൂഹം, പുതിയ തലമുറ ഏറ്റവും കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആവേശകരമായ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൊഴിലാളി വർഗത്തോടൊപ്പം നിലയുറപ്പിച്ച തികച്ച ധൈഷണികനായിട്ടുള്ള പ്രത്യയശാസ്ത്ര ദൃഢതയോടെ മുന്നോട്ട് പോയ CPIMൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹം നൽകുന്ന അന്ത്യാഭിവാദ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോഴും റെഡ് സല്യൂട്ട് വിളികളുമായി വിദ്യാർത്ഥികൾ അവരുടെ നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളികൾ തുടരുകയാണ്. ഇടതടവില്ലാതെ ഓരോ കോണിൽ നിന്നും അത് ഉയരുകയാണ്. ഒരു കോണിൽ നിന്ന് ഉയരുന്ന മുദ്രാവാക്യം വിളികൾ അവസാനിക്കും മുമ്പേ അടുത്ത കോണിൽ നിന്ന് അത് ഏറ്റെടുക്കുകയാണ്. പ്രായഭേദമന്യേ മുഷ്ടി ചുരുട്ടി വളരെ കൃത്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സീതാറാം യെച്ചൂരിക്ക് JNU ഈ വിധം അതിൻ്റെ ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ടാണ് സീതാറാം യെച്ചൂരിക്ക് ഇപ്പോൾ ആ കുട്ടികൾ അത്രമേൽ വലിയൊരു ആവേശകരമായിട്ടുള്ള യാത്രയപ്പ് നൽകുന്നത്. കാരണം JNUവിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥി, രാജ്യം ശ്രദ്ധിച്ച, രാജ്യം ആദരിക്കുന്ന ആ പൂർവ്വ വിദ്യാർത്ഥി, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തിളക്കമാർന്ന പേരാണ് സീതാറാം യെച്ചൂരി. ആ നേതാവിന്, ആ പൂർവ്വ വിദ്യാർത്ഥിക്ക് ചരിത്രത്തിൽ ആദ്യമായി JNU ഇവിടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് കാണാനും ഒക്കെ വഴിയൊരുക്കുകയായിരുന്നു. അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് പരിധികളില്ലാത്ത വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആവേശകരമായ
ആവേശകരമായ യാത്രയേപ്പാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽപസ്ദ ഇപ്പോൾ അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് വസന്ത് കുഞ്ചിലെ സീതാറാം യെച്ചൂരിയുടെ വീട്ടിലേക്കാണ്, ഫ്ലാറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് അവിടെയാണ് പൊതുദർശനം. ബന്ധുക്കളും അടുത്ത ബന്ധുക്കളുമൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. നാളെ രാവിലെ 10 മണിക്ക് ശേഷം 10നും 11 മണിക്കും ഇടയിൽ CPIM ആസ്ഥാനമായ AKG ഭവനിലേക്ക് വസന്ത് വിഹാറിലെ വസന്ത് കുഞ്ചിലെ ഫ്ലാറ്റിൽ നിന്നും സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം AKG ഭവനിലേക്ക് എത്തിക്കും. അവിടെയാണ് പൊതുദർശനം. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടി എയിംസിലേക്ക് തന്നെ വിലാപയാത്രയായി സീതാറാം യെച്ചൂരിയുമായുള്ള അന്ത്യയാത്ര പോകും. ശരത്ത് വലിയ ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളിക്കുകയാണ്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയും ഒപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കരുത്തനായ നേതാവുമായ സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. അവിടെ നിന്നും മൃതദേഹം ഇനി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം 2017 ഓഗസ്റ്റ് 10 രാജ്യസഭയിൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇന്ത്യ എന്ന ബഹുസ്വരതയെ നിർവചിക്കാൻ സ്വന്തം ജീവിതത്തെ തന്നെ ഉദാഹരണമായി എടുത്തു കാണിക്കുന്നുണ്ട്. ബഹുസ്വരതയുടെയും വൈവിധ്യങ്ങളുടെയും സംസ്കാരത്തെ സംരക്ഷിക്കുകയാണ് നമ്മുടെ കടമയെന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ച ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ രാജ്യമെന്നത് ഒരു പൂന്തോട്ടമാണ്. അതിൽ വിവിധ പുഷ്പങ്ങൾ വിടർന്ന് പരിലസിക്കണം, വ്യത്യസ്ത സുഗന്ധങ്ങൾ പുറത്തേക്കൊഴുകണം. ഈ പുഷ്പങ്ങളിലെല്ലാം ചെന്നിരിക്കുന്ന തേനീച്ചകളും കുരുവികളും ഉണ്ടാകണം. അങ്ങനെ ഈ പുഷ്പങ്ങളെല്ലാം ഒന്നാകണം. അങ്ങനെയുള്ള ഒരു പൂങ്കാവനമാകണം നമ്മുടെ രാജ്യം ഇന്ത്യ. ഇടുങ്ങിയ സങ്കുചിത ചിന്താഗതികളുടെയും വീക്ഷണങ്ങളുടെയും ഭാഗമായി ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുന്ന, ബഹിഷ്കരിക്കുന്ന, വേട്ടയാടുന്ന നിലപാടുകളും നടപടികളും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. അങ്ങനെ സംഭവിച്ചാൽ നമ്മളെല്ലാം ഒന്നാണെന്ന മഹാബോധത്തിൻ്റെ അടിത്തറ തന്നെ ഇളകും. ഇത്രയേറെ ആശയഗാംഭീര്യതയോടെ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഓരോ വിദ്യാർത്ഥിക്കും ഒരു വഴികാട്ടി തന്നെയാണ് അദ്ദേഹം. അത് തന്നെയാണ് അവിടെ കാണുന്നതും, അല്ലേ? JNUവിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവസാനമായി കാണാൻ വിദ്യാർത്ഥികളടക്കം അദ്ദേഹത്തിൻ്റെ സഹപാഠികളും ഒക്കെ എത്തിച്ചേരുകയാണ്. വലിയ ആവേശത്തോടുകൂടി അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. രാമൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സംഘപരിവാറിനെ വിമർശിച്ചുള്ള പ്രസംഗങ്ങളിലെല്ലാം തൻ്റെ പേര് സീതാറാം എന്നാണെന്നും സീതയും രാമനും ചേരുന്നതാണെന്നും യെച്ചൂരി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഷൈനിങ് ഇന്ത്യ, സഫറിംഗ് ഇന്ത്യ എന്ന പ്രയോഗവും യെച്ചൂരിയുടേതാണ്. പാർലമെന്റിലെ രാഷ്ട്രതന്ത്രജ്ഞൻ, മികച്ച വാഗ്മി, സൗമ്യ വ്യക്തിത്വം, ഇങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ധാരാളമുണ്ട്. വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അരനൂറ്റാണ്ടിലേറെ പൊതുരംഗത്ത് മായാമുദ്രകൾ പതിപ്പിച്ച സീതാറാം യെച്ചൂരി നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന് വിശ്വസിക്കാനാകാതെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തുന്നു മുദ്രാവാക്യം വിളികളോടെ. CPIMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അവിടെയുണ്ട്.